بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ഇഖ്ലാസിന്റെ ഹഖീഖത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തഖർറുബു ഇലല്ലാഹയുടെ ചിന്ത വരുന്നതോടുകൂടെ അതിനോടൊപ്പം വേറെ ചിലത് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് നമ്മളിങ്ങനെ ഉദാഹരണ സഹിതം ഓരോന്നായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യും, അള്ളാഹുവിന് വേണ്ടിയാണെന്ന് വിചാരിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള അപകടത്തെ സംബന്ധിച്ച് അവൻ അറിയുകയില്ല. ഒരു മഹാൻ 30 വർഷത്തെ നിസ്കാരം ഒരു ചെറിയൊരു ചിന്തയുടെ പേരിൽ മടക്കി നിസ്കരിച്ചതും പറഞ്ഞു. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, വഹാദ, ഇത് ദഖീഖുൻ, വളരെ സൂക്ഷ്മമായ ഒരു കാര്യമാണ്, റാമിലുൻ, ദുർഗ്രഹവുമാണ്, പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അല്ലമ തസ്ലമുൽ അമാലു മിൻ അംസാലി, ഇതുപോലുള്ളവയിൽ നിന്നും അമലുകൾ രക്ഷപ്പെടുക എന്നുള്ളത് വളരെ കുറവാണ്. വ കല്ലമൻ യതനബ്ബഹു ലഹു, ഇതിനുവേണ്ടി ഉണരുന്ന ആൾക്കാരും വളരെ കുറവാണ്. ഇല്ലാമൻ വഫഖഹു അല്ലാഹു തആല, അല്ലാഹു തആല തൗഫീഖ് ചെയ്ത ആളല്ലാതെ. ഗാഫിലൂന, അശ്രദ്ധര്, യറൗന ഹസനാതിഹിം, അവരുടെ നന്മകളെ അവർ കാണും, കുല്ലഹ, മുഴുവൻ ഹസനത്തുകളെയും, ഫിൽ ആഖിറത്തിൽ സയ്യിആത്തിൻ, തിന്മകളായിട്ട് കാണും. കാരണം ഇവിടെ അവർ അശ്രദ്ധരായിട്ടാണ് അമൽ ചെയ്തത്, ആ അമൽ മുഴുവൻ തിന്മയായിട്ട് ഭവിക്കും ആഖിറത്തിൽ. വഹും, അവരാണ് അൽ മുറാദൂന, ഉദ്ദേശിക്കപ്പെട്ടവർ, ബി ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ ഈ വാക്കുകൊണ്ട്, വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. വബദാലഹും, അവർക്ക് വെളിപ്പെട്ടു, മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നും, ഒന്ന്, ലം യകൂനു യഹ്തസിബൂൻ, അവരതിനെ വിചാരിച്ചിരുന്നേയില്ല, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവർക്ക് വെളിപ്പെട്ടു. വേറൊരായത്തിൽ അള്ളാഹ് പറയുന്നു, വബദാലഹും സയ്യിആതു മാ കസബൂ, അതിന്റെ ശേഷം അവർക്ക് വെളിവായി അവർ സമ്പാദിച്ചതിൻ്റെ സയ്യിഅത്തുകൾ, അവർ ചെയ്ത പ്രവൃത്തികളുടെ സയ്യിഅത്ത് അവർക്ക് വെളിവായി. വീണ്ടും ബി ഖൗലി തആല, അള്ളാഹുവിന്റെ ഈ ഖൗൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതും അവരാണ്. ഏത് ഖൗല്? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. നബി അങ്ങ് പറയണം, ഹൽ നുനബ്ബിഉകും, നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരട്ടെ, അറിയിച്ചു തരട്ടെ, ബിൽ അഖ്സരീന അഅമാല, അമലുകൾ പാഴായവരെ കുറിച്ച്, അമലുകൾ പരാജയമായവരെ കുറിച്ച് പറഞ്ഞു തരട്ടെ. അവരാരാണ്? അല്ലദീന ളല്ല സഅയുഹും, അവരുടെ പരിശ്രമം വഴിതെറ്റിപ്പോയി, ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ. അപ്പം അവരാണെങ്കിൽ യഹ്സബൂൻ, അവർ വിചാരിക്കുന്നത്, അന്നവും യുഹ്സിനൂന സുൻഅ, അവർ നല്ലതാണ് ചെയ്യുന്നത്, അവർ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്നാണ് വിചാരം, പക്ഷെ മൊത്തം പാഴായി പോകുന്നു. ഇതെല്ലാം പറഞ്ഞത് ഈ വിഭാഗത്തിനെ കുറിച്ചാണ്, ഈ അശ്രദ്ധരെ കുറിച്ച്. അശദ്ദുൽ ഖൽഖി തഅറുളൻ ലിഹാദിഹിൽ ഫിത്നതി, ഈ ഫിത്നയിൽ വെളിവാകുന്നവരിൽ, സൃഷ്ടികളിൽ ഏറ്റവും കഠിനം അൽ ഉലമാ, ഉലമാ ആണ്. അവരാണ് ഈ ഫിത്നയിൽ പെട്ടുപോകുന്നത്. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ, നമ്മളെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവൻ്റെ മഹത്തായ കാരുണ്യത്തിൻ്റെ തിരുനോട്ടം നമ്മിലേക്ക് അള്ളാഹു തആല വിടട്ടെ. തുടർന്ന് അദ്ദേഹം പറയുന്നു, കാരണം ഫൈനൽ ബാഅസലിൽ അക്സരീന, ഭൂരിഭാഗം പണ്ഡിതന്മാർക്കും പ്രേരകം, അല നശ്രിൽ ഇൽമി, ഇൽമിനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ മേൽ എന്താണ്? ലദ്ദത്തുൽ ഇസ്തീലാ, ഇസ്തീലാഹിന്റെ ലദ്ദത്താണ്, ആളാകാനുള്ള അതിനുള്ള രസം, അധികാരം, ഞാൻ ആലിമാണ്, വലിയ പുള്ളിയാണെന്നുള്ള അധികാരത്തിന്റെ രസം. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. വൽ ഫറഹു, ഉൾ സന്തോഷവുമാണ്, ഉൾപുളകം, ബിൽ ഇസ്തിത്ബാഇ, താൻ തന്നെ പിൻപറ്റപ്പെടുന്നു, താൻ പിൻപറ്റപ്പെടുന്ന ആളാണ്, അതിൻ്റെ പേരുള്ള ഉൾപുളകം. വൽ ഇസ്തിബ്ശാറു ബിൽ ഹംദി വസന, ഹംദ് സനായ കൊണ്ടുള്ള സന്തോഷം, ആ സന്തോഷത്തിൽ വരുന്ന മനസ്സിന്റെ ആഹ്ലാദം, ഇതെല്ലാമാണ് കൂടുതൽ പണ്ഡിതന്മാരെയും ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ പട്ടികളെല്ലാം. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. വശൈത്താൻ, പിശാജ്, യുലബ്ബിസു അലൈഹിം, അവരുടെ മേൽ ദാലിക, ഇതിനെ കൂട്ടിക്കലർത്തും, അങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കലർത്തും, തിരിച്ചറിയാതാക്കും. യഖൂലു, അവൻ പറയും,
ഗർലുക്കും പണ്ഡിതന്മാരെ നിങ്ങളുടെ ലക്ഷ്യം നസ്റു ദീനില്ല, അള്ളാഹുന്റെ ദീനിനെ വ്യാപിപ്പിക്കലാണ്. വന്നിലാലു അനി ശറഇ, ശറഇനെ തൊട്ട് ശരീഅത്തിന്റെ അമലുകളെ തൊട്ട് പിന്നെ ഫിത്നകളെ തടയലുമാണ് നിലാല്. നിലാല് എന്ന് പറഞ്ഞാൽ തടുക്കുക, എതിർക്കുക. അതാണ് ശരീഅത്തിനെ തൊട്ട് അതിൽ വരുന്ന ഫിത്നകളെല്ലാം എതിർക്കുക. അല്ലദീ ശറഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ശരീഅത്തായിട്ട് കാട്ടിത്തന്ന ആ പരിശുദ്ധ ശരീഅത്തിനെ തൊട്ട് വരാൻ പോകുന്ന ഫിത്നകളെല്ലാം തടയുക, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പിന്നിടണ്ട, നിങ്ങൾ മുൻപോട്ട് പോകണമെന്ന് പിശാച് പ്രേരിപ്പിക്കും. അപ്പൊ തറൽ വാഹലിനെ നിനക്ക് കാണാൻ കഴിയും. യമുന്നു അലല്ലാഹി തആല, അയാൾ അള്ളാഹുവിന്റെ മേൽ ഇങ്ങനെ നന്മ എടുത്തു പറയുന്നുണ്ട്. ഞാൻ അൽഹംദുലില്ലാഹ്, ഞാൻ വലിയൊരു വാഹിദായി എടുത്തു പറയും. ബിനസീഹത്തുൽ ഖൽഖ്, സൃഷ്ടികൾക്കുള്ള നസീഹത്ത് കൊണ്ട്, വാദിന് സൃഷ്ടികൾക്കുള്ള വാദ് കൊണ്ട്, ഈ സ്വലാത്തിന് സുൽത്താന്മാരോടുള്ള അവരുടെ വാദിനെയും പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എടുത്തു പറയും. വയഫ്രഹു, അയാൾ സന്തോഷിക്കും. ബി ഖബൂലിന്നാസ് കൗരഹു, ഇയാളുടെ കൗര് ജനങ്ങൾ സ്വീകരിക്കുന്നു. ബി ഇഖ്ബാലിഹിം അലൈഹി, ജനങ്ങൾ ഇയാളുടെ മേൽ മുന്നിടുന്നു, ഇയാളുടെ അടുക്കലേക്ക് വരുന്നു, അതിൽ സന്തോഷിക്കും. ഓ അയാൾ യദ്ദഈ, അയാൾ വാദിക്കും. അന്നഹു യഫ്രഹു, അയാൾ സന്തോഷിക്കുന്നു. ബിമാ യസുറു ലഹു, അയാൾക്ക് സന്തോഷമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. മിൻ നസ്റത്തിദ്ദീനി, നുസ്റത്തിദ്ദീനി, ദീനിന്റെ സഹായത്തിനാൽ, ദീനിനെ സഹായിക്കാന്നുള്ള അയാളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, അതിന്റെ പേരിലാണ് അയാൾ സന്തോഷിക്കുന്നത്. അയാൾ ദീനിനെയാണ് സന്തോഷിപ്പിക്കുന്നത് എന്ന് അയാൾ വാദിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും അഥവാ വലൗ ലഹറ മിൻ അഖ്റാനിഹി, അയാളുടെ സമകാലികരിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടാൽ, മൻ ഹുവ അഹ്സനു മിൻ, ഇയാളേക്കാൾ വാദ് പറയാൻ കഴിവുള്ള ഒരാൾ വന്നാൽ, വൻസറഫന്നാസു അൻഹു, ജനങ്ങൾ ഇയാളെ തൊട്ടും പിന്തിരിഞ്ഞു, എന്നിട്ട് വാക്കുബലു ആലെ, മറ്റേയാളുടെ മേൽ മുന്നിട്ടു, ജനങ്ങളുടെ ശ്രദ്ധയെല്ലാം അങ്ങോട്ടായി, ഫാൻസ് എല്ലാം അവിടെയായി, എങ്കിൽ സാഅഹു ദാലിക, അത് ഇയാളെ പ്രയാസപ്പെടുത്തും. ഗമ്മഹു, ഇയാളെ അത് ദുഃഖിപ്പിക്കുകയും ചെയ്യും. വേറൊരാൾ വന്നാൽ ഇയാളുടെ മുകളിൽ വേറൊരാൾ വരാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ അവസ്ഥയെ പറ്റി അദ്ദേഹം പറയുന്നത്. വലൗകാന ബാഅസുഹു, അഥവാ അയാളുടെ പ്രേരകം ദീനായിരുന്നെങ്കിൽ ല ശക്കറല്ലാഹ്, അയാൾ അള്ളാഹുവിന് നന്ദി ചെയ്യുമായിരുന്നു. ഇത് കാരണം കഫാഹുല്ലാഹു തആല, അള്ളാഹു തആല അയാളെ അയാൾക്ക് മതിയാക്കി ഹാദൽ മുഹിമ്മ, ഈ മുഖ്യമായ കാര്യത്തിന് ബിഗൈരി, വേറൊരാളെ കൊണ്ട്. ഇയാൾ ചെയ്യേണ്ട കാര്യം വേറൊരാളെ കൊണ്ട് അല്ലാഹ് ചെയ്യിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമുക്കത് കഷ്ടപ്പെടണല്ലോ, നമുക്ക് കൂടുതൽ ഇബാദത്ത് വേറെ ചെയ്യാമല്ലോ എന്ന് വിചാരിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ അയാളുടെ പ്രേരകം ദീനാണെങ്കിൽ. സുമ്മ ശൈത്താൻ, പിന്നെ ശൈത്താൻ മാദാലിക്ക, ഇതെല്ലാം ഉള്ളതോടുകൂടെ ലാ യുഖല്ലിഹി, ഇയാളെ ഒഴിവാക്കത്തില്ല, കൂടെ കൂടും. യഖൂലു, പിശാച് പറയും, ഇന്നമാ ഗമ്മുക്കയെ, നിന്നെ പോലത്തെ ഒരു പ്രസംഗം വന്നപ്പോൾ ഉണ്ടായ ക്ലേശമുണ്ടല്ലോ, ആ മനക്കെ ക്ലേശം, അത് ലിങ്കിത്താ സവാബി അങ്ക, നിന്നെ തൊട്ട് സവാബ് മുറിഞ്ഞു പോകുന്നതിന്റെ പേരിലാണ്. താൻ പ്രസംഗിച്ചാലുണ്ടാകുന്ന സവാബ് തനിക്ക് കിട്ടുന്നില്ലല്ലോ. ലാൽ ഇൻസിറാഫി വുജൂഹിന്നാസി, ജനങ്ങളുടെ മുഖങ്ങൾ ശ്രദ്ധ തന്നിൽ നിന്നും തിരിഞ്ഞു പോകുന്നതിന്റെ പേരിലല്ല. അൻക ഇലാ ഗൈരിക, വേറെ ആളിലേക്ക് പോകുന്നതിനല്ല താങ്കൾക്ക് ദുഃഖം, മറിച്ച് അമൽ നഷ്ടപ്പെടുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പിശാച് പറഞ്ഞു തരും. ഇത് കാരണം ലവിത്താകൂ, ജനങ്ങളെ ഉപദേശം സിദ്ധിച്ചു, ബി കൗലിക, നിന്റെ വാക്കുകൊണ്ട്, വലകുന്ത അന്ത, നീ ആകും, അൽ മുസാബ, പ്രതിഫലം നൽകപ്പെട്ടവനാകും. ഫഖ്തിമാമുക, നിന്റെ ദുഃഖം, ലി ഫവാത്തി സവാബി, പ്രതിഫലം നഷ്ടപ്പെട്ടതിന്റെ പേരിലുള്ള ദുഃഖം, മഹ്മൂദുൻ, അത് സ്തുതിക്കപ്പെടുന്നതാണ്. അല്ലാണ്ട് അത് എന്തല്ല, റിയാ ഒന്നും അല്ല, ഉജുബൊന്നും അല്ല എന്ന് പിശാച് പറഞ്ഞു തരും. വലായതിരിൽ മിസ്കീനു, ഈ പാവപ്പെട്ട മിസ്കീൻ, ഇയാൾ അറിയില്ല, അന്നൻഖിയാദഹു ലിൽ ഹഖ്, ഇയാൾ ഹക്കിന് കീഴ്പ്പെടൽ, തസ്ലീമഹു, അയാൾ ഏൽപ്പിച്ചു കൊടുക്കലും, അല്ലംറ, ഈ കാര്യത്തിന് മറ്റൊരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കലും, അഫ്ളൽ, അഫ്ളലാണ്, വാജിസുൽ, ഏറ്റവും ഉന്നതമാണ്, സവാബിനാൽ, വഅവദു അലൈഹി, അയാളുടെ മേൽ അത് ഏറ്റവും ഉപകാരപ്രദവുമാണ്, ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ, മിൻ ഇൻഫ്രാദി, താൻ തനിച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് വേറെ ആളെ ഏൽപ്പിക്കുന്നത്. ഈ മിസ്കീൻ അറിഞ്ഞുകൂടാ, മിസ്കീൻ വിചാരിക്കും ഞാൻ തന്നെ ചെയ്യണമെന്നാണ് എന്ന് പറഞ്ഞിട്ട് ഇമാം അബൂ ഗസാലി റളിയല്ലാഹു അൻഹു ഒരു ഉദാഹരണം പറയാം. വലയത്ത് ഷഅരി, എനിക്ക് ഞാൻ അറിഞ്ഞ എത്ര നന്നായിരുന്നു എന്തെന്ന്, ഉമറു, അഥവാ ഉമർ റളിയല്ലാഹു അൻഹു എങ്ങാനും ദുഃഖിച്ചാൽ, ബി തസദ്ദി അബീ ബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തതിനെ കുറിച്ച്, ഇമാമത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തതിന്റെ പേരിൽ ഉമർ റളിയല്ലാഹു അൻഹു അഥവാ ദുഃഖിച്ചാലോ, അകാന ഗമ്മുഹു, അദ്ദേഹത്തിന്റെ ദുഃഖമാകുമോ, മഹ്മൂദൻ,
സ്തുതിക്കപ്പെട്ടതാകുമോ? മദ്മൂമൻ അതല്ല നിന്ദിക്കപ്പെട്ടതാകുമോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഞാൻ ജീവിച്ചിരിക്കെ അബൂബക്കർ ഖലീഫയാവുകയോ എന്ന് ചിന്തിച്ചെങ്കിൽ, ഞാൻ ചിന്തിച്ചു എന്നല്ല, ഉമറുൽ ഫാറൂഖ് ആണ് ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തത്. പിന്നെ പിന്നെ നിബിതങ്ങൾ സല്ലല്ലാഹു വഫാത്തായപ്പോൾ കുറെ മക്കയിലെ മദീനയിലെ അൻസാരികളെല്ലാം കൂടെ പിന്നെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. അങ്ങനെ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യാണ്. സഅദ് ബിൻ ഉബാദയുടെ റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ പുള്ളിക്കാരൻ അന്ന് പറഞ്ഞുപോയി, ലനാ അമീറും വലക്കും അമീർ, മുഹാജിറുകളെ നിങ്ങൾക്കൊരു അമീർ നമുക്കൊരു അമീർ. അല്ലാഹു റസൂൽ വഫാത്തായി, ഇനി അമീറന്മാർ കൂടുതൽ വേണം, ഞങ്ങളുടെ വഴിക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഭിന്നിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. അപ്പം ഈ ഉമറുൽ ഫാറൂഖ് ആണ് സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞത്, ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചുകൊണ്ട് ഉമറുൽ ഫാറൂഖ് ആണ് പോയത് റളിയല്ലാഹു അൻഹു. അവിടെ പോയി അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ ഇവരെ കണ്ടോടുകൂടെ സദസ്സിന് വല്ലാത്ത ഒരു ദുഃഖമായി. ആർക്ക്? സഅദ് ബിൻ ഉബാദ പറഞ്ഞിട്ട് തൻ്റെ ഗ്രൂപ്പിന്റെ നേതാവാകാനായിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ ഇവരെ കണ്ടതോടുകൂടി ജനങ്ങളുടെ എല്ലാം ശ്രദ്ധ ഇവരിലേക്ക് തിരിഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി, അവിടുത്തെ വഫാത്തിൽ ദുഃഖിക്കുന്ന ദുഃഖത്തിൽ പങ്കുചേർന്നു. ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, ഇതെല്ലാം പറഞ്ഞു. അവസാനം പിന്നെ ഖിലാഫത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, ഖിലാഫത്ത് ഖുറൈശികളിൽ നിന്നാകണമെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിലേക്കും അബൂ ഉബൈദ ബിൻ ജറാഹിലേക്കും ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ രണ്ടുപേര് അല്ലാഹു റസൂൽ തൃപ്തികരമായ രൂപത്തിലാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. ഈ രണ്ടുപേരോട് അല്ലാഹു റസൂൽ വലിയ തൃപ്തിയായിരുന്നു. അതുകൊണ്ട് ഈ രണ്ടുപേരിൽപ്പെട്ട ഉമർ, അബൂ ഉബൈദ, രണ്ടുപേരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ നിങ്ങൾ ബൈഅത്ത് ചെയ്യണം എന്ന് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു. വായെടുത്തിട്ടില്ല, ചാടി എഴുന്നേറ്റ് ഉമറുൽ ഫാറൂഖ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ ജീവിച്ചിരിക്കെ ഞങ്ങൾപ്പെട്ട ആൾക്കാർ ഖലീഫയാകണം. അള്ളാഹു റസൂൽ ഞങ്ങളുടെ ദീനിന് വേണ്ടി നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. 17 വഖത്ത് ഇമാമത്ത് നിന്നത് അവിടുന്ന് പകരം താങ്കളാണ് നിന്നത്. ഞങ്ങളെ അള്ളാഹു റസൂൽ തൃപ്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് കൈ നീട്ട് എന്ന് പറഞ്ഞ് ഉമറുൽ ഫാറൂഖ് അങ്ങോട്ടാണ് കൈ നീട്ടിയത്. അല്ലാതെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ദുഃഖം ഉണ്ടാവുന്നല്ല. ഇദ്ദേഹം ഒരു ഉദാഹരണം പറയുകയാണ്. അഥവാ ഉമർ റളിയല്ലാഹു ദുഃഖിച്ചിരുന്നെങ്കിലോ അബൂബക്കറിന്റെ പിന്നെ ഖിലാഫത്തിന്റെ പേരിൽ, ആ ദുഃഖം മഹ്മൂദാണോ മദ്മൂമാണോ? അദ്ദേഹം പറയാണ്, വലാ യസ്തരീബു ദൂ ദീനിൻ, ദീനുള്ള ആരും തന്നെ സംശയിക്കുകയില്ല, അൻ ലൗകാന ദാലിക, അങ്ങനെ ഉണ്ടായെങ്കിൽ ലക്കാന മദ്മൂമൻ, അത് നിന്ദിക്കപ്പെടുന്ന കാര്യം തന്നെയാണ് ഉമറുൽ ഫാറൂഖിന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായാൽ. കാരണം അൻഖിയാദഹു, അദ്ദേഹം പിന്നെ കീഴൊതുങ്ങലിൽ ഹക്കിന്, തസ്ലീമവും അദ്ദേഹം ഏൽപ്പിച്ചു കൊടുക്കൽ നമ്മുടെ കാര്യത്തിന് ഇലാമനു അസ്ലഹമിന്നു, തന്നേക്കാൾ അനുയോജ്യനായ ഒരാളിലേക്ക് ഏൽപ്പിക്കൽ, അത് അഹ്വദു അലൈഹി ഫി ദീനിൽ, അയാൾക്ക് അദ്ദേഹത്തിന് ഏറ്റവും ഉപകാരപ്രദമാകും. മിൻ തകല്ലുഫിഹി തകഫുലിഹി, അദ്ദേഹം ഏറ്റെടുക്കുന്നതിനേക്കാൾ ബി മസാലിഹുൽ ഖൽഖ്, സൃഷ്ടികളുടെ നന്മകളെ, മാമാഫിഹി, അതിലുള്ളതോടുകൂടെ പിന്നെ സവാബിൽ ജസീൽ, ഉയർന്ന പ്രതിഫലത്തിനാൽ, സ്വന്തം ഏറ്റെടുക്കുന്നതിൽ ഉയർന്ന പ്രതിഫലമുണ്ട്. അതുള്ളതോടുകൂടെ വേറെ ആളെ ഏൽപ്പിക്കലാണ് ഏറ്റവും നല്ലത് അതാണ്. അതുകൊണ്ട് ഇത് മദ്മൂമ് തന്നെയായിരിക്കും. പക്ഷെ ഉമർ ഫാറൂഖ് ദുഃഖിച്ചോ? ഇല്ല. ബൽ ഫറഹ ഉമർ റളിയല്ലാഹു ആണല്ലോ ബൈഅത്ത് ചെയ്തത് ആദ്യമായിട്ട്. ഉമർ റളിയല്ലാഹു സന്തോഷിച്ചു. ബിസ്തിഖ്ലാലി മൻ, ഒരാൾ തനിച്ച് വന്നല്ലോ, അദ്ദേഹം ഔലാമിന്, തന്നേക്കാൾ ഔലിയായ ഒരാൾ, ബിൽ അംരി, ഖിലാഫത്തിന്റെ കാര്യത്തിൽ തന്നേക്കാൾ അനുയോജ്യനായ ഒരാൾ മുസ്തഖില്ലായി കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം സന്തോഷിച്ചു. ഇതാണ് നമുക്ക് മുൻപിലുള്ള മാതൃക. പക്ഷേ ഫമാ ബാലുൽ ഉലമ, ഉലമാക്കളുടെ അവസ്ഥ എന്താണ്? ലാ യഫ്റഹുന ബിമിസ്ലി ദാലിക, ഇതുപോലുകൊണ്ട് സന്തോഷിക്കത്തില്ല. തന്നെ പോലത്തെ ഒരു വാഹദ് ഉണ്ടാകാൻ പാടില്ല, തന്നെ പോലത്തെ ഒരു മുദ്രിസ് ഉണ്ടാകാൻ പാടില്ല, തന്നെ പോലത്തെ ഒരു വ്യക്തി ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഉലമാന്റെ ചിന്ത. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. വഖദ് യൻഖദിഉ ബഅദു അഹ്ലിൽ ഇൽമി, അഹ്ലി ഇൽമിൽപ്പെട്ട ചിലര് വഞ്ചനയിൽപ്പെടും. ബിഗുറൂരി ശൈത്താൻ, ശൈത്താന്റെ ചതി കാരണമായി വഞ്ചനയിൽപ്പെടും. അങ്ങനെ യുഹദ്ദിസു നഫ്സഹു, തന്റെ നഫ്സിനോട് അയാൾ പറയും, ബിഅന്നഹു ലൗ ലഹറ, അഥവാ ഉണ്ടെങ്കിൽ പ്രത്യക്ഷപ്പെട്ടാൽ, മൻ ഹുവ ഔലാമിന്, തന്നേക്കൽ ഔലിയായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ബിലംരി, ഈ കാര്യത്തിൽ, ഈ ഉപദേശത്തിൽ, ഈ ഖത്തീബാകുന്നതിൽ, ഈ പ്രസംഗത്തിലൊക്കെ വേറെ ആളുണ്ടെങ്കിൽ ഫരിഹ ബിഹി, നമ്മൾ സന്തോഷിക്കും എന്ന് അവൻ തന്റെ നഫ്സിനോട് പറഞ്ഞ് സമാധാനിപ്പിക്കും. വേറെ ആളുണ്ടെങ്കിൽ സന്തോഷിക്കും, വേറെ ആളില്ലാത്തോണ്ടല്ലേ.
ഇഖ്ബാറുഹു ബിദാലിക അൻ നഫ്സിഹി, പക്ഷെ ഇഖ്ബാറുഹു അയാൾ അറിയിക്കൽ ഇതിനെ തൻ്റെ നഫ്സിനെ കുറിച്ച് അറിയിക്കൽ ഖബല തജ്രിബത്തി, തജ്രിബയ്ക്ക് മുമ്പാണ്, അനുഭവം വരുന്നതിന് മുമ്പാണ്. വൽ ഇംതിഹാനി, ഇംതിഹാനും മുമ്പ്, ഇംതിഹാന് മുമ്പും തജ്രിബയ്ക്ക് മുമ്പും ഈ ഖബർ അറിയിക്കൽ മഹ്ലുൽ ജഹിലി, വെറും അജ്ഞതയാണ്. വൽ ഖുറൂരി, വഞ്ചനയുമാണ്. അത് വെറും ജഹാലത്താണ് ഈ പറയുന്നത്. കാരണം തജ്രിബ വരുമ്പം വേണം അതിന് തയ്യാറാകാൻ. തജ്രിബ വന്നാൽ തയ്യാറാകത്തില്ല. കാരണം ഫൈനൻ നഫ്സ, ഈ നഫ്സ് എന്ന് പറയുന്നത്, നഫ്സ് എന്ന് പറയുന്നത് സഹലത്തുൽ ഖിയാദി, വേഗം കീഴൊതുങ്ങുന്നതാണ്. ഫിൽ വഅദ്, വാഗ്ദാനത്തിൽ, വാഗ്ദാനം ചെയ്യും, പാലിക്കത്തില്ലെന്നേ ഉള്ളൂ. വാഗ്ദാനത്തിൽ വേഗം എളുപ്പം കീഴൊതുങ്ങുന്നതാണ്. ബിഅംസാലിദാലിക, ഇതുപോലുള്ള കൊണ്ടുള്ള വാഗ്ദാനത്തിൽ ഖബല നുസൂലിൽ അംരി, കാര്യം ഇറങ്ങുന്നതിന് മുമ്പ്, കാര്യം വരുമ്പോൾ അറിയാം നഫ്സ് എന്താ പറയുന്നത്. സുമ്മ, പിന്നീട് ഇദാ ദഹാഹുൽ അംറു, അവനിൽ കാര്യം വന്ന് ഭവിച്ചാൽ, കാര്യം അവനിലേക്ക് വന്ന് ഭവിച്ചാൽ തഗയ്യറ, അവൻ വ്യത്യാസപ്പെടും. വറജഅ, ഈ വാഗ്ദാനത്തിൽ അവൻ മടങ്ങും. ഫലം യഫിബിൽ വാഗ്ദ, ഒരു വാഗ്ദാനവും പൂർത്തിയാക്കത്തില്ല. അവൻ ഈ പറഞ്ഞ പോലെ തന്നെ പോലത്തെ വേറെ ആൾ വരുന്നതിൻ്റെ പേരിൽ അസൂയപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടും. വദാലിക, ഇത് ലാ യഅരിഫു, ഇതിനെ അറിയുകയില്ല, ഇല്ലാമൻ, ഒരാളല്ലാതെ. അറഫ, അവൻ തിരിച്ചറിഞ്ഞു, മക്കായിദ ശൈത്താനി, പിശാചിന്റെ കുതന്ത്രങ്ങളെ, അവർക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. വൻ നഫ്സിൻ, നഫ്സിന്റെയും. വതാല ഇസ്തിഗാലുഹു, അദ്ദേഹം ജോലിയാകൽ ദീർഘമായി, ബിംതിഹാനിഹ, ഇവകളുടെ ഇംതിഹാനുമായി, നഫ്സിന്റെ ഇംതിഹാനുമായി ജോലിയാകുന്ന സാലിഹ്യങ്ങൾക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ മാരിഫത്തു ഹഖീഖത്തുൽ ഇഖ്ലാസി വൽ, ഹഖീഖത്തുൽ ഇഖ്ലാസിനെ അറിയൽ, വൽ അമലു ബി, അതുകൊണ്ട് അമൽ ചെയ്യലും, ബഹ്റുൻ അമീഖുൻ, ആഴമുള്ള ഒരു സമുദ്രമാണ്. യഗ്റുഖു ഫീഹിൽ ജമീഅ, അതിലെല്ലാവരും മുങ്ങി താഴലാണ് പതിവ്. ഇല്ല ഷാദുൻ നാദിറു, വളരെ അപൂർവമായ ആൾക്കാരല്ലാതെ. വൽ ഫർദുൽ ഫദ്ലു, തനിച്ച ഒന്നോ രണ്ടോ പേരെ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. വഹുവൽ, ആ ഷാദാര അൽ മുസ്തഫിന, ഇസ്തിസ്നാ ചെയ്യപ്പെട്ടവരാണ്. ഫി ഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഈ വാക്കിൽ, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഇബ്ലീസ് പറഞ്ഞായിട്ട് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ഞാൻ വഴിക്കെടുത്തും എല്ലാവരെയും നിന്റെ മുഖ്ലിസുകളായ ഇബാദുകൾ ഒഴികെ അവർ മാത്രമേ ഇത് മനസ്സിലാക്കുള്ളൂ എന്നാണ് ഇമാം ഗസാലി പറയുന്നത്. അതുകൊണ്ട് ഫൽ യക്കൂനിൽ അബ്ദു, അടിമയാവട്ടെ, ശദീദ തഫക്കുദി, അങ്ങേയറ്റത്തെ അന്വേഷണത്തിൽ കഴിഞ്ഞുകൂടുന്നവനാവട്ടെ, വൽ മുറാഖബത്തിൽ ഹാദിഹി ദഖായിഖ്, ഈ ദഖീഖായ കാര്യങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ചിന്തിക്കുന്നവൻ, മുറാഖബ, മനസ്സിലിങ്ങനെ താലോലിക്കുന്നവനാകട്ടെ. ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ ഇൽതഹഖ, അവൻ ചേർന്നു പോകും, ബി അത്ബാഅ ശയാത്തീനി, പിശാചികളുടെ പിൻപറ്റുന്നവരോട് അവൻ ചേർന്നു പോകും. വഹുവ ലാ യശ്കുർ, അവനത് അറിയുകയുമില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ ദഖീഖായ കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, മടിയില്ലാണ്ട് കേൾക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അറിയാവുന്ന പോലെ പാവപ്പെട്ടവൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ പറഞ്ഞു തരുന്നതിൽ തന്നെ എന്തെല്ലാമാണ് ചിന്ത, വലിയ പുള്ളിയാണെന്നുള്ള ചിന്ത. അള്ളാഹു രക്ഷിക്കട്ടെ, ഈമാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പാവപ്പെട്ടവന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.